നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നിർത്തുന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പല ആളുകൾക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില ആളുകളുടെ ഫോണിനകത്ത് പല സെറ്റിങ്സുകളും വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഞാനിന്നൊരു സെറ്റിങ്സ് കാണിച്ചുതരാം. നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയം അധികം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നിലനിർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ പെട്ടെന്ന് ചാർജ് തീരാൻ പോവുകയാണ്, അടിയന്തര ഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. കാണിച്ചു തരാം. നമ്മുടെ ഫോണിനകത്തുള്ള സെറ്റിങ്സാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാറ്ററി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ബാറ്ററി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. മുകളിൽ നമ്മുടെ ഫോണിനകത്ത് എത്ര ശതമാനം ബാറ്ററി ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇതിനകത്ത് താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് ബാറ്ററി യൂസേജ് ബൈ ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഓർക്കുക, ഓരോ ഫോണിലും വ്യത്യസ്തമായിട്ടുള്ള സെറ്റിങ്സുകളായിരിക്കും. എല്ലാ ഫോണിനും ഈ സെറ്റിങ്സ് ഉണ്ട്, പക്ഷേ വ്യത്യസ്ത ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ബാറ്ററി യൂസേജ് ബൈ ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ എത്ര ശതമാനം ബാറ്ററി ഉപയോഗിക്കുന്നു എന്നുള്ളതും ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണെന്നൊക്കെ ഇവിടെ കാണും. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാട്സപ്പാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വാട്സപ്പിൽ തൊട്ടടുത്തുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമാണ്, ഇൻഷോട്ട് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിച്ച് ഏതാണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ അഡ്വാൻസ് ആയിട്ട് പറയാം. നിങ്ങളുടെ ഫോണിനകത്ത് മൊബൈൽ ഹാക്കിങ്ങോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് സംശയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫോണിനകത്തുള്ള ബാറ്ററി യൂസേജിൽ ഇതുപോലെ വന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണെന്ന് നോക്കുക. നിങ്ങളറിയാത്തതോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ ആപ്പ് ലിസ്റ്റിൽ നിന്ന് ആ ഒരു ആപ്പ് കണ്ടെത്തി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ യൂസേജിൻ്റെ ഭാഗത്തും സെറ്റിങ്സിൽ ഡാറ്റ യൂസേജ് സെർച്ച് ചെയ്യുക. അതിനകത്ത് നിങ്ങളറിയാത്തതോ ഡൗൺലോഡ് ചെയ്യാത്തതോ ആയിട്ടുള്ള ആപ്പുകൾ അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന കണ്ട ഉടനെ നിങ്ങൾ ആ ഒരു ആപ്പ് ലിസ്റ്റിൽ പോയി ആ ഒരു ആപ്പ് കണ്ടെത്തി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. കാരണം ഹാക്കിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം തേർഡ് പാർട്ടി ആപ്പുകൾ നമ്മളറിയാതെ നമ്മുടെ ഫോണിലേക്ക് അത് ഓട്ടോ ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് അതിലൂടെ ഡാറ്റകൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് കൊണ്ടുപോകും. അത്തരം ആപ്പുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിൽ അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബാറ്ററി യൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിനകത്ത് ഇൻ്റർനെറ്റ് ആവശ്യമുള്ളതുകൊണ്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യും. പ്രത്യേകിച്ച് ഹാക്കിംഗ് ആപ്പുകളൊക്കെ സദാസമയം നമ്മളുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മറ്റ് ആപ്പുകളെ പോലെയല്ല, എല്ലാ സമയം നിങ്ങളുടെ ഫോണിനകത്തുള്ള ഡാറ്റകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫുൾ ടൈം വർക്കിലാകുമ്പോൾ കൂടുതൽ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ കൂടുതൽ ബാറ്ററി യൂസ് ചെയ്യും. അപ്പം ഡാറ്റ യൂസേജിൻ്റെ ഭാഗത്തും ബാറ്ററി യൂസേജിൻ്റെ ഭാഗത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ കണ്ടെത്തുക. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്പല്ലാത്ത ഏതെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുക, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും മുകളിലായിട്ട്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുക. മുകളിലായിട്ട് കാണാം എക്സ്റ്റെൻഡ് ബാറ്ററി ലൈഫ് ബൈ 7 മിനിറ്റ് എന്ന്. ഇവിടെ നമുക്ക് താഴെ 3 ഒപ്റ്റിമൈസർ അവൈലബിൾ ആണെന്ന് താഴെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കുക. 3 ഒപ്റ്റിമൈസർ അവൈലബിൾ ആണ്. ഒന്ന് ടേൺ ഓഫ് ലൊക്കേഷൻ സർവീസാണ്. ഈ ലൊക്കേഷൻ സർവീസ് എന്നുള്ള ഭാഗത്ത് നമ്മളുടെ ഫോണിനകത്ത് ഓണാണ്. ഇതിവിടെ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തേക്ക് നമ്മുടെ ബാറ്ററി ലാഭിക്കാൻ നോക്കൂ. 2 മണിക്കൂറും 12 മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ ബാറ്ററി നമുക്ക് കൂടുതൽ ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബോക്സിനകത്ത് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് കാണാം എക്സ്റ്റെൻഡ് ബാറ്ററി ലൈഫ് എന്നുള്ളത് 2 മണിക്കൂറും 19 മിനിറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കൂടുതൽ സമയത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ലൊക്കേഷൻ നമുക്ക് ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്യുന്നതിലൂടെ ഓഫ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ക്ലോസ് ബാറ്ററി ഡ്രൈനിങ് ആപ്പ് എന്നാണ്. 7 ആപ്പിനകത്ത് നമ്മുടെ ബാറ്ററി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ കാണാം ഡിസേബിൾ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് എന്നുള്ളത്. ചില ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ആപ്പുകൾക്കൊക്കെ നമ്മുടെ ബാറ്ററി വെറുതെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യണം. അതിനുവേണ്ടി ഈ ബോക്സ് നമുക്ക് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യണം. ഇത് ഓൾറെഡി ടിക്കാണെന്ന് കാണാൻ സാധിക്കും. ഇനി ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സേവ് പവർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ മുകളിൽ കാണാം നമ്മുടെ ബാറ്ററി എത്രത്തോളം സേഫ് ആക്കി അല്ലെങ്കിൽ എത്രത്തോളം സേവ് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ടേൺ ഓഫ് ഹൈ പെർഫോമൻസ് മോഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ബാറ്ററി ഡ്രൈനിങ് ആപ്പുകൾ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും പ്രത്യേകം കാണും. ഇതെല്ലാം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് കാണാം ഓൾ ഐറ്റംസ് ഒപ്റ്റിമൈസർ എന്ന്. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്പുകളും ഫീച്ചറുകളൊക്കെ കണ്ടെത്തി അത് ഓഫ് ചെയ്ത് തരുന്ന ഒരു ഫീച്ചറാണിത്. ഇവിടെ നിങ്ങൾ അത്യാവശ്യം ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ നിങ്ങളുടെ ഫോണകത്ത് ചാർജ് ഇല്ല,
തീരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സമയത്തേക്ക് നിങ്ങൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയത്തേക്ക് നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നല്ല സമയത്തേക്ക് നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.